ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം, അതും റാഗി വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായി ആദ്യം 1 കപ്പ് റാഗി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് സെയിം റാഗി എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് ഫുള്ള് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വീണ്ടും ഇത് മിക്സിയിലോട്ടിട്ട് 2 കപ്പ് വെള്ളം എടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അതും കൂടി അരിച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടിട്ട് 4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഇത് അടിച്ചെടുത്തേക്കുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാനിലോട്ട് വീണ്ടും ഒന്നുകൂടി അരിച്ചെടുത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചിരകിയ ശർക്കര അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരു ഫ്ലേവറിനായി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടി ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കൈ എടുക്കാതെ ഇളക്കുക. കുറുകി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇനി ഇത് പുറത്ത് വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 2-3 മണിക്കൂർ ഇത് പുറത്ത് വെച്ചാൽ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ചു സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പുറത്താണ് വെച്ച് വെക്കുന്നത്. ഒരു 3 മണിക്കൂർ ഇത് ഞാൻ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.